ഹലോ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന സമാസാണേ. സമാസം എന്തായിരുന്നു എന്ന് പഠിച്ചു. നമ്മള് അവ്യഭാവ സമാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് തത്പുരുഷ സമാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവ്യഭാവ സമാസില് നമ്മള് ഉപസർഗ ചേർത്താറുണ്ടായിരുന്നു അല്ലെ. രണ്ടാമത്തത് തത്പുരുഷിൽ എന്തായിരുന്നു സംഭവിച്ചത്? മിഡിലുള്ള കാരക് ചിഹ്നം ഇൻവിസിബിൾ ആയിട്ട് മാറാറായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ പറയാൻ പോണത് കർമ്മധാരയ സമാസാണ്. എന്താ കർമ്മധാരയ സമാസ്? ഇതില് ഏത് പദാണ് ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത്? ഇതില് ഉത്തർ പദാണ് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്. जिस समास का उत्तर पद प्रधान होता है, जिसके लिंग वचन भी समान होते हैं. ഇതില് ലിംഗം വചനം ഈക്വൽ ആയിരിക്കും. जो समास में विशेषण विशेष्य और उपमान उपमेय से मिलकर बनते हैं, उसे कर्मधारय समास कहते हैं. എന്താണ് വിശേഷണം വിശേഷ്യം? വിശേഷം നമുക്കറിയാം, എജക്റ്റീവ്സ് ആണ് അല്ലെ. വിശേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺസ് ആണ്. എജക്റ്റീവ്സും നൗൺസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് വേർഡാണോ നൗണിനെ വിശേഷിപ്പിക്കുന്നത് അതിനെ നമ്മൾ വിശേഷണം എന്ന് പറയും. സെയിം പ്രോസസ് ആണ് നമുക്ക് കർമ്മധാരയ സമാസിലുള്ളത് അല്ലെ. നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡ് വരും അല്ലെ. അതാണ് ഫസ്റ്റ്. വിശേഷണായിരിക്കും കർമ്മധാരയ സമാസിൽ എപ്പോഴും വിശേഷണായിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. സെക്കൻഡ് വേർഡ് നൗണും ആയിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. कर्मधारय समास में व्यक्ति, वस्तु आदि की विशेषता का बोध होता है. കർമ്മധാരയ സമാസില് ഒരാളുടെ ഇല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ എന്താ സ്പെഷ്യാലിറ്റീസ് ആയിരിക്കും നമ്മൾ എപ്പോഴും അറിയാറ്. ഓക്കെ, എപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയായിരിക്കും. कर्मधारय समास के विग्रह में जो के समान है, जो तथा रूपी शब्दों का प्रयोग होता है. എന്താ പറഞ്ഞത്? നമ്മള് ഇത് വിഗ്രഹിക്കുമ്പോൾ അല്ലെ, സമാസ് ഈ കർമ്മധാരയ സമാസ് വിഗ്രഹിക്കുമ്പോൾ ജോ, കെ സമാൻ, ജോ, തഥ അങ്ങനത്തെ വേർഡ്സ് ആണ് നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ക്യാൻ വി ലുക്ക് ദി എക്സാമ്പിൾ? ചന്ദ്രമുഖ്. ചന്ദ്രമുഖ് എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രമാക്ക് സമാൻ മുഖ് വാല അല്ലെ. ചന്ദ്രനെ പോലെ മുഖമുള്ള ആള്. അത് നമ്മളുടെ ഫേസിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡാണ്. ആർക്കെങ്കിലും നമ്മള് ചന്ദ്രനെ പോലെ ഫേസ് ഉണ്ടാവോ? പക്ഷെ ആ ബ്യൂട്ടിനെസ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് അല്ലെ. ഒരു ഫുഡ് ഐറ്റം ഉണ്ട് നമുക്ക്, ദഹി വട. എന്താ ദഹി വട എന്ന് പറഞ്ഞാല്? ദഹിമേ ഡൂബാ ഹുവ വട അല്ലെ. കേടില് മുങ്ങിക്കിടക്കുന്ന വടേനെയാണ് നമ്മൾ ദഹി വട എന്ന് പറയുന്നത്. റൈറ്റ്, ദാറ്റ് ഈസ് കർമ്മധാരയ സമാസ്. ഗുരുദേവ്, ഗുരു രൂപി ദേവ് അല്ലെ. ദേവിന്റെ വിശേഷത്തെയാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഗുരുവിനെ പോലെ തന്നെയാണെന്നുള്ളത് അല്ലെ. ചരൺ കമൽ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ചരൺ? ചരൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? ഫീറ്റ് ആണ് അല്ലെ. കമൽ എന്ന് പറഞ്ഞാലോ ലോട്ടസ് ആണ്. കമൽ കി സമാൻ ചരൺ. വിശേഷത എജക്റ്റീവ് ആണ് അവിടെയൊക്കെ വരുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, നീൽ ഗഗൻ. നീല ഹേ ജോ ഗഗൻ. ഗഗൻ എന്ന് പറഞ്ഞാൽ എന്താ? ആസ്മാൻ, സ്കൈ ആണ് അല്ലെ, ആകാശം. നീല കളറുള്ള ആകാശം. അപ്പൊ നമ്മൾ ആകാശം അവിടെ നൗണാണ്. ആ നൗണിനെ ആരാണ് വിശേഷിപ്പിക്കുന്നത്? അതിന്റെ കളറാണ്. റൈറ്റ്. സോ നീല ഗഗൻ, നീല ഹേ ജോ ഗഗൻ യ ആസ്മാൻ. അപ്പൊ എന്താണ് കർമ്മധാരയ സമാസ്? അതിന്റെ ഉത്തർപദാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന്റെ ലിംഗ് വചന് എല്ലാം ഒരുപോലെ ആയിരിക്കും അല്ലെ. ഇതിൽ മോസ്റ്റ് ഓഫ് വിശേഷൻ വിശേഷിയാണ് ഉണ്ടാവുന്നത്. ഉപമേ ഉപമാൻ മിൽക്കർ ബൻതേ ഹേ അല്ലെ. ഇതിനെ നമ്മൾ എന്താ പറയാറ്? കർമ്മധാരയ സമാസ് എന്നാണ് പറയാറ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലത്തെ എപ്പിസോഡ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.